ഹലോ ഡിയേഴ്സ്, നിങ്ങൾ വിചാരിക്കും ഞാനും ഏട്ടനും കൂടെ എങ്ങോട്ടാണ് പോകുന്നത്? ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അന്നപ്പോൾ ചെറിയ പർച്ചേസിങ്ങിന് വേണ്ടി പോവുകയാണേ. അന്നപ്പോൾ ഞങ്ങൾക്ക് ഈ അമ്പലത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ എനിക്കൊരു നൊസ്റ്റോണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം ഞങ്ങൾ ഈ അമ്പലത്തിലാണ് പോയത്. അപ്പോൾ ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഏട്ടമ്പൊക്കെ അമ്പലത്തിൽ പോകാനായിട്ട് ഇടയ്ക്ക് പോക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ എത്തിയത് സൂര്യ സിൽക്കിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് അധികം ഇവിടെ തന്നെയാണ് വരുത്ത്. പക്ഷേ എനിക്ക് ചുരിദാറൊക്കെ ഞാൻ അധികം ഫാമിലിയിൽ നിന്ന് തന്നെയാണ് വാങ്ങൽ. അന്നപ്പം പിന്നെ ഏട്ടന് പറഞ്ഞ് ഏട്ടൻ ജീൻസും ടീഷർട്ടും നോക്കട്ടെ. ഏട്ടൻ അധികം ടീഷർട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഫ്രോക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയ മക്കളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നല്ല ക്യൂട്ടായിരിക്കും. അന്നപ്പം പിന്നെ ഞങ്ങൾ മേലോട്ട് കയറി പോവാണ്. മേലെയാണ് ജെൻസിൻ്റെതും അതേപോലെ സാരീസൊക്കെ. സാരിയൊക്കെ അധികം ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. നല്ല കളക്ഷൻസ് ഉണ്ട്. സാരിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഓവറോൾ എനിക്കിഷ്ടമാണ്. പിന്നെ അങ്ങനെ ടീഷർട്ടും കാര്യമൊക്കെ ഉണ്ട്. ടീഷർട്ട് എനിക്ക് വലുതായിട്ട് ലൈക്കായില്ല. പിന്നെ ഞാൻ ഏട്ടനടുത്ത് ഏട്ടൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിൻ്റെ വാങ്ങിക്കൊണ്ട് എൻ്റെ ഇഷ്ടം നോക്കണ്ട പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അന്ന് നമുക്കൊന്ന് ജീൻസിൻ്റെ കാർഗോ പാൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് ആ സെക്ഷനിലേക്കൊന്ന് പോവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സെക്ഷനിലേക്ക് പോയി. ഏട്ടന് ഗ്രീനും ബ്ലാക്കും ഇഷ്ടപ്പെട്ടിട്ടോ. പക്ഷേ ഏട്ടൻ പറഞ്ഞു ബ്ലാക്കാണ് എല്ലാത്തിനും ഇടാലോ പറഞ്ഞു. അപ്പോൾ ഇട്ട് നോക്കിയപ്പോഴോ ഭാഗവും തൊട ടൈറ്റായിപ്പോയിട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അത് വേണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ എൻ്റെ സെക്ഷനിലേക്ക് പോയേ. എൻ്റെ സെക്ഷനിൽ പിന്നെ അറിയാമല്ലോ എന്തൊക്കെ വാങ്ങേണ്ട ഡൗട്ടാണ്. അപ്പോൾ ഏട്ടൻ ചോദിക്കുക ഇത് എൻ്റെ പിറന്നാളാണോ അതോ നിൻ്റെ പിറന്നാളാണോ? അവിടുന്ന് ഞാൻ ഒരു സാധനത്തെ വാങ്ങി. പിന്നെ ഏട്ടൻ അവിടുന്ന് 2 ഷർട്ടും ഒരു ജീൻസും വാങ്ങിയിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വടകര എപ്പോഴെങ്കിലല്ലേ വരും, അപ്പം നമുക്ക് പഴയ സൂര്യയും കൂടെ പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പഴയ സൂര്യയിലേക്ക് എത്തിയിട്ടോ. അവിടെ എത്തിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഏട്ടനെ ടർക്കി ഞാനൊരു ടീഷർട്ട് ഒറ്റ വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നാടുന്ന്. അതേ ഏട്ടൻ ഇങ്ങനെ പറയുന്നത് നിൻ്റെ പിറന്നാളാണോ അതോ നിൻ്റെ പിറന്നാളാണോ ഇങ്ങനെ ട്രോൾ അടിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഒരു ഉച്ച സമയം, പക്ഷെ കാണുമ്പോൾ ഒരു വൈകുന്നേരം ടൈം പോലെ ഉണ്ട് കേട്ടോ. വടകര ഒന്നും അത്ര മഴക്കാറില്ല, അത്യാവശ്യം വെയിലുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം മഴയൊക്കെ പെയ്തുണ്ട്. പിന്നെ അങ്ങ് നേരെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ പോയി അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങണ്ടേ. ഏട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ, എന്തെങ്കിലും ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് സാധനം വാങ്ങി. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ വിശക്കുന്നത് ബുക്കാറോ പറയുന്നുണ്ട്. ഏട്ടൻ പറഞ്ഞ നമുക്ക് പോകുന്ന പോക്കിൽ മുക്കാളിൽ നിന്ന് തന്നെ ബിരിയാണി ഇട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബിരിയാണി വാങ്ങി. എനിക്ക് ഫുൾ ബിരിയാണി ഇറങ്ങൂല. എന്നിട്ട് ഏട്ടൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും എനിക്ക് ചീത്ത വെക്കും. പിന്നെ ഇത് കണ്ടില്ലേ കയ്യിൽ നിറച്ചും കവറാണ്. ഇനി അതൊക്കെ ഞാൻ എന്നെ തൂക്കി വലിക്കണം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ഒന്ന് ഫ്രഷ് ആവണം, കിടക്കണം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.